ടെൻഷൻ ടെൻഷൻ ഞങ്ങളിപ്പോ ഇപ്പൊ എന്താ പറയാ മറ്റേ സോഷ്യൽ മീഡിയസിൽ ഇങ്ങനെയൊക്കെ കാണുമല്ലോ, അപ്പൊ അത് നേരിട്ട് അനുഭവിച്ചപ്പോ വളരെ ഹാപ്പി ആയിരുന്നു. ഗോപിക. ഹായ്. ഹായ്, എന്റെ പേര് കണ്ണൂര്, ഞാൻ വരുന്ന ഗോപിക. ഹായ് ഒന്നും പറയണ്ട. ഹായ്, ഞാൻ ഗോപിക. ഹായ്, ഐ എം സോജിഷ. ഞങ്ങൾ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഇവിടെ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് കഴിഞ്ഞതാണ്. കഴിഞ്ഞ ജാനുവരി ബാച്ചായിരുന്നു. ഞങ്ങൾ ഡിഗ്രി തൊട്ടേ ഒരേ ക്ലാസ്സിലായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഇവിടുത്തെ കോഴ്സിനെ പറ്റി അറിഞ്ഞ് കോളേജ് പറഞ്ഞ് അപ്പോൾ ഇവിടെ ചേരാന്ന് വിചാരിച്ച് പ്ലാൻ ഇട്ട് വന്ന്. അതുകൊണ്ട് കണ്ണൂര് കുറെ കാലം കണ്ടില്ലേ, ഇനി ഇവിടെ വന്നിട്ട് കാണാൻ വെച്ച് നോക്കുമ്പോ ഇതും കൂടെ വന്ന് അങ്ങനെ. പിന്നെ ഇപ്പം പ്ലേസ്ഡ് ആയത് ഒരേ കമ്പനിയിലാണ്, അയ്യർ ഷിപ്പിംഗ്. ഇവിടെ രവിപുരത്താണ്. പിന്നെ 6 മാസമായി ഇവിടെ കയറിയിട്ട്. ഇപ്പം ദുബായിയുടെ ബാക്ക് ഓഫീസായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അടിപൊളി, അടിപൊളിയാണ്, ഫുൾ ജോളി. ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ പ്ലേസ്ഡ് ആയിരുന്നു. ഇവിടെ പ്ലേസ്മെന്റ് ഡ്രൈവ് അങ്ങനെ വന്നതാ നമ്മള്. അപ്പോൾ അവിടുന്ന് സാറ് വന്നു. അപ്പൊ ഒരു 23 അങ്ങനെ 23 പിള്ളേർ അങ്ങനെ ഉണ്ടായിരുന്നു. അവിടുന്ന് 11 പേരെ സെലക്ട് ചെയ്തു. അത് 2 കമ്പനിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് പേര് ആയിട്ട് അങ്ങനെ കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ക്ലാസ്സിൽ നിന്ന് 3 പേരുണ്ടായിരുന്നു. 3 പേര് പ്ലേസ്ഡ് ആയി അയ്യറില്. അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ജോളി. ഞങ്ങൾ ആദ്യം വിചാരിച്ച് പുറത്ത് വേറെ നാട്ടിലല്ലേ അവരെങ്ങനെയായിരിക്കും അങ്ങനെ ഇതുണ്ടായിരുന്നു. പക്ഷെ ടീച്ചേഴ്സൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, എന്ത് തുറന്നു പറയാനുള്ള ഒരു മൈൻഡായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിനെയും കിട്ടി, നല്ല ഫ്രണ്ട്സിനെയും കിട്ടി ഇവിടുന്ന്. കുറെ നല്ല ഓർമ്മകളെല്ലാം ആയിട്ട് മാറ്റി. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്, വരുന്ന വഴിക്കൊക്കെ നമ്മൾ ആ വേ ഒക്കെ മിസ് ചെയ്ത് ആ സമയത്തല്ല. പിന്നെ അതേപോലെ ഇവിടെയുള്ള ക്ലാസ് മാത്രമല്ലോ ഇങ്ങനെ OBT ട്രെയിനിങ് അതൊക്കെ അടിപൊളിയായിരുന്നു. എന്തായിരുന്നു ലീഡ് കോളേജ് പാലക്കാട്. അതും 3 ദിവസമല്ലായിരുന്നു, 3 ദിവസം. അടിപൊളിയായിരുന്നു, വേറെ വൈബായിരുന്നു. നമുക്ക് ഭയം എന്നുള്ളത് ഇവിടുന്ന് മാറ്റിത്തരാന്നൊക്കെ എന്തും ചെയ്യാന്ന് അവിടെ പോയപ്പോ തള്ളിയിട്ട് ചത്തില്ല. ഇവിടുന്ന് കണ്ട് മിണ്ടാത്ത പിള്ളേര് വരെ അവിടുന്ന് കണ്ടു. അങ്ങനെയായിരുന്നു. 3 ദിവസം കൊണ്ട് ഭയങ്കര കണക്ട് ആയി എല്ലാരുമായിട്ട്. പിന്നെ ഗെയിംസ് ആയാലും നല്ല ഗെയിംസ് ഒക്കെ ആയിരുന്നു. നല്ല പേടി മാറ്റി കിട്ടി. ലേറ്റ് ആയിട്ട് വന്ന പണിഷ്മെന്റ് ഉണ്ടായിരുന്നു അന്ന്. മറ്റൊന്ന് പുഷപ്പ് അതൊക്കെ അടിച്ചിട്ടുണ്ട്. പുഷപ്പ് അന്നൊക്കെ എത്ര ഒരു 10 അല്ല അതുണ്ടായിരുന്നു. ശാലിനി മാം ആയിരുന്നു. അപ്പോൾ ശാലിനി മാം മെയിനായിട്ട് ചെയ്യിപ്പിക്കുക. ലേറ്റ് ആയിട്ട് വന്ന കുട്ടികൾക്കെല്ലാം കിട്ടാറുണ്ട്. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മളധികം നേരത്തെ എത്താറുണ്ട്, ഞങ്ങൾക്ക് കിട്ടല് കുറവാ. പിന്നെ ബർത്ത്ഡേ മന്ത്ലി എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ ഭയങ്കരമായിരുന്നു, അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ അടിപൊളിയായിരുന്നു. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അത് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ മെയിലൊക്കെ പഠിപ്പിച്ചായിരുന്നു. മെയിൽ എങ്ങനെയാ ഡ്രാഫ്റ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒന്നും കുറച്ചൊന്നും അങ്ങനെ ഓർമ്മയില്ല. ജസീറ മാം നന്നായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ശനിയാഴ്ച ദിവസങ്ങളില് ക്ലാസ് പരിപാടി വെക്കാറുണ്ട്. എന്തായിരുന്നു അതിന്റെ പേര്? ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്തിട്ട് നമ്മളത് അവതരിപ്പിക്കും, പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു മെമ്മറീസ് ആയിരുന്നു. നമ്മൾ ഒരേ മറ്റേ മൈമിങ് പോലെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ കളിക്കായിരുന്നു. ഇതായിട്ട് ഓരോ ഇത് വരുമല്ലേ, ഒരു ക്ലാസ്സിലാന്നുള്ളൊരു ഫീൽ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല. എല്ലാം ഫുൾ ജോളിയായിട്ട് തന്നെ. അത് അതിന്റെ കൂടെ പഠിത്തോ നന്നായിട്ട് പോയിട്ടുണ്ട്. ഗ്രാജുവേഷന്റെ ആ സ്റ്റേജിൽ കയറി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെയാ ഫീൽ ചെയ്ത് സന്തോഷമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. മീൻസ് നമ്മളിങ്ങനെ ഫോണിൽ കാണും, TV കാണുന്നല്ലാണ്ട് നേരിട്ട് അവര് തൊപ്പിയൊക്കെ അതൊക്കെ
എന്താ വലിയൊരു കാര്യം ഇങ്ങനെ കിട്ടിയ ഒരു നമ്മളിതിൽ മറ്റേ സോഷ്യൽ മീഡിയസിൽ ഇങ്ങനെയൊക്കെ കാണുമല്ലോ, അപ്പൊ അത് നേരിട്ട് അനുഭവിച്ചപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇത് പിന്നെ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ. അതൊക്കെ അടിപൊളിയായിരുന്നു. ഓണം സെലിബ്രേഷൻ പ്രോഗ്രാംസ്, പാട്ട്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡിഗ്രി 3 വർഷം ഇവിടെ വന്ന് ആലോചിപ്പിക്കല്ലേ. ഓരോക്കെ വന്നേ കുറെ കാലം കൂടെ ഉണ്ടായി. ഇപ്പോൾ ഹോസ്റ്റലിൽ വല്ലതും ഒപ്പം തന്നെയാ. 24 രാവിലെ എണീച്ച് കണ്ണുറക്കം പിന്നെ കാണും, കണി കാണുക. അങ്ങനെ തന്നെ സെയിം. അത് സന്തോഷമേ ഉള്ളൂ, ഒരുമിച്ച് നമുക്ക് ഇത്രയും കാലം നിന്ന്. അടിയും വഴക്കൊന്നുണ്ടായിരുന്നു ഇല്ല, ജസ്റ്റ് ഫ്രണ്ട്സിലി അടിയാവുന്നുള്ള, സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് സമയം ഞാൻ സോറി പറയും. കുറച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് മാറും. അത് കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര വർഷമായില്ലേ, 6 വർഷമായി അല്ലേ ബെസ്റ്റീസ് പറഞ്ഞിട്ട് കളിയാക്കാൻ. ബെസ്റ്റീസ് കമ്പനിയിൽ നിങ്ങൾ ഒരേ സെഷനിലാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? ദുബായിയുടെ ബാക്ക് ഓഫീസ് ആയിട്ട് തന്നെ, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നത് വേറെ. ട്രാൻസ്ഷിപ്മെന്റ് ആണ്, ഇമ്പോർട്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ നിന്ന് തിയറി പഠിക്കുന്നുണ്ട്. അപ്പം തിയറി മാത്രം ഇവിടുന്ന് കിട്ടിയൊരു തിയറി മാത്രം വെച്ചിട്ട് അവിടെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആണോ? നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് വർക്ക് സ്പേസിൽ എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? ഉണ്ട്, ഇവിടുന്ന് പഠിപ്പിച്ച ബേസിക് നോളജ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് പഠിച്ചതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ആ ഒരു മൂവ്മെന്റ്, ബസിന്റെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ട് മാത്രം അവിടെ പോയിട്ട് നമുക്ക് മനസ്സിലായി. പിന്നെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഇത് മാറ്റമായിരിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് ഉണ്ട്, കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ പഠിച്ചത് എന്തായാലും നമുക്ക് അവിടെ യൂസ്ഫുൾ ആണ്. ഒന്നും അറിയാണ്ട് പോകുന്ന പോലെ തോന്നില്ലല്ലോ. നിങ്ങൾ ഈ പഠിക്കുന്ന ഇവിടെ നിന്ന് നമ്മുടെ സാറും മോഹൻ സാറൊക്കെ എഴുതിയ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു, അതായത് എക്സാംസിനും കാര്യങ്ങളൊക്കെ യൂഷ്വലി എല്ലായിടത്തും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, ഫാക്കൽറ്റീസ് തന്നെ ഇത് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഇവിടെ അതൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് PPT ഒക്കെ ആയിട്ട് തരും. ഇതൊക്കെ പഠിക്കാൻ എളുപ്പമായിരുന്നു അതൊക്കെ ആകുമ്പോൾ. നോട്ട്സ് അങ്ങനെ എഴുതിക്കലില്ല, എല്ലാം അത് നോട്ട്സ് എഴുതിക്കൽ മാത്രമല്ല, ഇപ്പം തന്നത് തന്നെ PPT ആയിട്ട് തന്നാൽ തന്നെ ഞങ്ങൾ അടുത്ത ദിവസം വന്നിട്ട് ഓരോരുത്തരും വന്നിട്ട് ഇവിടുന്ന് പ്രസന്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കോൺഫിഡൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഒറ്റയ്ക്ക് പറയാനുള്ള ധൈര്യമൊക്കെ കിട്ടി. നിങ്ങൾ പഠിച്ച കോളേജിൽ നാട്ടിലോ ആരെങ്കിലും റിലയൻസ് ചോദിച്ചാല്, റിലയൻസിനെ പറ്റി ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാം? പൊക്കോന്ന് പറയും. ഞങ്ങളെ ഇത് അപേക്ഷിച്ചിട്ട് നമുക്ക് ഞങ്ങൾ ഇത് പ്രിഫർ ചെയ്യുള്ളൂ. പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ പിന്നെ തീർച്ചയായിട്ടും പൊക്കോന്ന് പറയും. അപ്പൊ നിങ്ങളിവിടെ റിലയൻസിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു.